നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ IRCTC എന്ന് പറഞ്ഞ ഇന്ത്യൻ റെയിൽവേൻ്റെ സ്റ്റോക്കിൽ നമ്മൾ തിങ്കളാഴ്ച മൺഡേ 18 ഡിസംബറിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എൻട്രിയിൽ നമുക്ക് 1:2 ആണ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആ ഒരു സ്റ്റോക്ക് ഏകദേശം 12% മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഹൈ റാലി അന്ന് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ട് ആ ഒരു ട്രേഡ് ആ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ആ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തു, എന്നിട്ട് എങ്ങനെ ആ ഒരു സ്റ്റോക്കിൽ നമ്മുടെ ഇൻട്രാഡേ സെറ്റപ്പ് അനുസരിച്ച് ഒരു ട്രേഡ് നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ എങ്ങനെ ഓർഡർ ഫ്ലോയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. സോ അന്ന് ആ ഒരു സ്റ്റോക്ക് ഏകദേശം 12%, ഞാൻ പറഞ്ഞാൽ 12%ഓളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നമ്മുടെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആക്ച്വലി ഈ ഒരു സ്റ്റോക്കിന് അത്രയും പൊട്ടൻഷ്യൽ നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഈ ചാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് IRCTCൻ്റെ ചാർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ തിങ്കളാഴ്ചൻ്റെ അല്ലെങ്കിൽ മൺഡേൻ്റെ ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പ്രൈസ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലോയിലോട്ട് പോയിട്ട് പ്രൈസ് ഏകദേശം ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. സോ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമ്മൾ ഹൈ മൊമെൻറ്റം സെറ്റപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹൈ മൊമെൻറ്റം ആയിട്ടുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഈ ഒരു IRCTC എന്ന് പറയുന്ന സ്റ്റോക്കിന് ഹൈ മൊമെൻറ്റം സ്റ്റോക്ക് സെറ്റപ്പ് വഴി നമ്മൾ സ്റ്റോക്ക് സ്ക്രീനർ വഴി നമ്മളെങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തത് ആക്ച്വലി നമ്മുടെ സെറ്റപ്പ് ഇതിലെങ്ങനെ ഈ ഒരു IRCTCൻ്റെ സ്റ്റോക്കിൽ ക്ലബ് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ മൊമെൻറ്റം സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു സെറ്റപ്പിൽ സ്ട്രക്ചർ എങ്ങനെ IRCTCയിൽ ഓക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ആക്ച്വലി ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഫേവറബിളായി വന്നു, IRCTCയിൽ ഫോം ചെയ്ത ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എങ്ങനെ ഫേവറബിളായി വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ഫ്ലോ അനാലിസിസിൽ എങ്ങനെ ആക്ച്വലി ഈ ഒരു IRCTCയിലെ ഓർഡർ ഫ്ലോ കൂടെ ക്ലബ്ബ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ റീഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഇതിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ 2-3 മെത്തേഡ്സുകളുണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പം അത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾ സൈഡ് വൈസ് മാർക്കറ്റിലാണ് എൻട്രി എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഹൈ മൊമെൻറ്റം സെറ്റ് പറ്റത്തില്ല. സോ നമ്മൾ ട്രെൻഡിങ് മാർക്കറ്റിലാണ് പൊതുവെ ട്രേഡ് എടുക്കാറ് സ്റ്റോക്കിലൊക്കെ. സോ നമ്മൾ ഹൈ മൊമെൻറ്റം സ്റ്റോക്കിലോട്ടാണ് നോക്കുക. സോ ഹൈ മൊമെൻറ്റം സ്റ്റോക്കിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. നല്ല പെർസെൻറ്റേജ് ഉള്ള സ്റ്റോക്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സ്ക്രീനേഴ്സ് വഴി നോക്കാം. സോ IRCTC ആക്ച്വലി നമ്മുടെ സ്റ്റോക്ക് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് ഒരു നല്ലൊരു സ്ക്രീനർ വെച്ചിട്ട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയ ഹൈ മൊമെൻറ്റം സ്റ്റോക്കായിരുന്നു നമുക്ക് IRCTC നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത് വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്ക്രീനറാണ്. ഒരു നല്ലൊരു സ്ക്രീനർ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാൻ പോകേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആക്ച്വലി ഈ ഒരു സ്ട്രക്ചർ, അതായത് IRCTCയിൽ ഫോം ചെയ്ത സ്ട്രക്ചർ ആക്ച്വലി നമ്മുടെ സെറ്റപ്പിന് ഓക്കെ ആയി വന്നു, അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പിൽ എങ്ങനെ ഈ സ്ട്രക്ചറിന് ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ അതിലൊരു ട്രേഡ് എടുത്തു എന്നുള്ളതാണ്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. എങ്ങനെ ആക്ച്വലി ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഫേവറബിളായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ സെറ്റപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ ഹൈ മൊമെൻറ്റം സെറ്റപ്പിൽ നോക്കുന്ന സമയത്ത് നമ്മൾ CPR ക്ലബ്ബ് ചെയ്യാറുണ്ട്. നമ്മൾ CPRൻ്റെ സെറ്റപ്സിന് ആക്ച്വലി ഇത് ഓക്കെ ആയിരുന്നു എന്നുള്ള ഓപ്പണിംഗ് ഓക്കെ ആയിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചസിനെ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചസ് എന്ന് പറയുന്നത് IRCTCൻ്റെ ഈ ഒരു സ്റ്റോക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് പ്രീവിയസിലോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റേഞ്ചസ് ആക്ച്വലി അത് പ്രീവിയസ് ഡേയ്സിൻ്റെ റേഞ്ചുകളാണ്. ഇപ്പോൾ എന്താണ് പ്രീവിയസ് ആയുള്ള ഡേൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് മൺഡേ ആണ്, അപ്പോൾ ഫ്രൈഡേ അതേപോലെ തേഴ്സ്ഡേ ആണ് പ്രീവിയസ് ആയുള്ള 2 ദിവസം. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജസ്റ്റ് പ്രീവിയസ് ഡേക്കാണ്. സോ ഈ ഒരു പ്രീവിയസ് ഡേയിൽ എവിടെയാണ് ആക്ച്വലി മാർക്കറ്റിൻ്റെ റേഞ്ചസ്, ഇമ്പോർട്ടൻ്റ് ഉള്ള റേഞ്ചസ് എന്ന് പറയുന്നത് എവിടെയാണ്. സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് റേഞ്ചസ് നോക്കുന്ന സമയത്ത് അത് പ്രീവിയസ് ഡേ ഹൈസ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇതാണ് ആക്ച്വലി മാർക്കറ്റ് അന്ന് ഉണ്ടാക്കിയിരുന്ന ഫ്രൈഡേയിൽ ഉണ്ടാക്കിയിരുന്ന ഏറ്റവും വലിയ ഹൈ. അന്ന് ഫ്രൈഡേയിൽ മാർക്കറ്റ് ഉണ്ടാക്കിയിരുന്ന ഏറ്റവും വലിയ ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ്, ഈ ഒരു ലെവലാണ്. സോ പ്രീവിയസ് ആയുള്ള ഡേൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലും ഈ ഒരു ലോ ആണ്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്,
പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഡേ റേഞ്ചിൻ്റെ ഉള്ളിലാണ്. സോ ആ ഒരു സമയത്ത് ആക്ച്വലി നമുക്ക് സ്ട്രക്ചറായിട്ട് മാർക്കറ്റിൽ എന്ത് വരുന്നില്ല, ഓക്കെ ആയിട്ട് വരുന്നില്ല. നമുക്ക് സ്ട്രക്ചർ എപ്പോഴാണ് ഓക്കെ ആയിട്ട് വരുന്നത്, ഈ ഇമ്പോർട്ടൻറ്റ് റേഞ്ചസിൻ്റെ അബോല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്താണ്. ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന സമയം, അത് അങ്ങനെ തന്നെ നോക്കണം, ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്താണ്. സോ ഇപ്പം ഈ ഒരു ലെവൽ, അപ്പം ജസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ജസ്റ്റ് ആ ഒരു റേഞ്ചിനാണ്. പക്ഷേ ഇവിടെ IRCTCൻ്റെ ഈ ഒരു കേസിൽ ഞാൻ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, തേഴ്സ്ഡേയിൽ ഫോം ചെയ്ത റേഞ്ചസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, തേഴ്സ്ഡേയിൽ ഫോം ചെയ്ത ഹൈയിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതിനും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടെ ആയിരുന്നു ഹൈ ഉണ്ടാക്കിയിരുന്നത് അല്ലേ. ജസ്റ്റ് അതിൻ്റെ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം സെയിം റേഞ്ചിലാണ് തേഴ്സ്ഡേയിലും മാർക്കറ്റ് എന്തുണ്ടാക്കിയിരുന്നത്, ഹൈ ഉണ്ടാക്കിയിരുന്നത്. സോ അതിനർത്ഥം ജസ്റ്റ് ലോജിക്കായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇവിടുത്തെ ഒരു ജസ്റ്റ് സിമ്പിൾ ലോജിക്കാണ്. ഇവിടെ തന്നെയാണ് ആ ഒരു ഹൈ ഉണ്ടാക്കിയിരുന്നത്, നെക്സ്റ്റ് ഫ്രൈഡേയും സെയിം ലെവലിൽ തന്നെയാണ് ഹൈ ഉണ്ടാക്കിയിരുന്നത്. സോ ആക്ച്വലി അതൊരു സെയിം ആയിട്ടുള്ള ലെവലിൽ ആക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ലെവലിൽ ആക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സപ്ലൈ അല്ലേ. സോ അവിടെ എന്തുണ്ട്, ആ ഒരു സെയിം ലെവലിൽ 2 ദിവസവും ആരുണ്ട്, ആ ഒരു സെല്ലേഴ്സിൻ്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ഡേക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ സെയിം ലെവൽസിൽ അല്ലെങ്കിൽ ഏകദേശം സെയിം പ്രൈസ് പോയിന്റിലായതുകൊണ്ട്, ആ ഒരു റിയാക്ഷൻ ഏകദേശം സെയിം പ്രൈസ് പോയിന്റിലായതുകൊണ്ട് നമ്മൾ എന്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആക്ച്വലി ഈ ഒരു വിക്കിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ നമ്മൾ ആ ഒരു കൺസിഡറേഷനും കൊടുത്തിട്ട് ആക്ച്വലി നമ്മൾ എന്താണ് നമ്മളൊരു ആ ഒരു അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സോണ് പ്ലേസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആക്ച്വലി 2 ഏരിയാസാണ് നമുക്കിവിടെ കിട്ടുക. ഈ ഒരു ഏരിയൻ്റെ മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്തിലോട്ട് നോക്കേണ്ടത്, നമ്മുടെ സ്ട്രക്ചറിന് ഓക്കെയാണ് നോക്കേണ്ടത്. സോ ഒന്നാമത്തെ കാര്യം ഡിസ്കസ് ചെയ്തത് ഇത് എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ കാര്യം ഈ ഒരു സ്ട്രക്ചറാണ്. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഓക്കെ ആയി വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ വലിയൊരു ക്യാൻഡിൽ ആക്ച്വലി മാർക്കറ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു പെട്ടെന്നുള്ളൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ആൻഡ് സസ്റ്റെയിൻ എന്നുള്ളതാണ്, അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഡേ ഹൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. സോ ഇവിടെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ നിങ്ങൾ എൻഡ് എടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയത്തില്ല മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഇൻഡിക്കേഷൻ കിട്ടിയതിന് ശേഷമാണ് ആക്ച്വലി നമ്മൾ എന്തിലോട്ട് പോകേണ്ടത്, എൻട്രിയിലോട്ട് പോകേണ്ടത്. സോ പിന്നെ എങ്ങനെയാണ് ആക്ച്വലി അവിടെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്, ആക്ച്വലി അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റേഞ്ചസ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലെവൽ ആക്ച്വലി മാർക്കറ്റ് പ്രോപ്പറായിട്ടുള്ള റേഞ്ച് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി എൻട്രി എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ആക്ച്വലി നമ്മൾ ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ്ലായിട്ട് നമുക്ക് ഓക്കെ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള റേഞ്ച് ഫോം ചെയ്തിട്ട് ആ റേഞ്ചിൻ്റെ അബോലാണ് ആക്ച്വലി നമ്മൾ എന്തിലോട്ട് പോകേണ്ടത്, ആക്ച്വലി എൻട്രിയിലോട്ടും പോകേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വലിയ ക്യാൻഡിലൊക്കെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിനെ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒന്ന്, അത്രയും വലിയ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ച പ്രൈസിന് ചിലപ്പം കിട്ടണമെന്നില്ല, അത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു ക്യാൻഡിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഒരു പ്രോപ്പർ പ്ലേസിലാകത്തില്ല, അതായത് നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആവത്തില്ല. സോ ഈ 2 പ്രശ്നങ്ങൾ എന്തിനുണ്ട്, വലിയ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവും. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു റേഞ്ചസിന് വെയിറ്റ് ചെയ്യണം. ഇതിനെ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന വേറൊരു കാര്യമുണ്ട്, റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആക്ച്വലി ഒരു നല്ലൊരു ലെവലിൽ എൻട്രി എടുക്കാനാണ്, നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ജസ്റ്റ് റേഞ്ചിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത് ഈ ഒരു റേഞ്ചിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റേഞ്ചും കൂടെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിലാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഓക്കെയാണ്, എന്ത് സ്ട്രക്ചർ ഓക്കെയാണ്. ഓക്കെ, അപ്പോഴാണ് ആക്ച്വലി സ്ട്രക്ചർ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെ എൻട്രി എടുത്തു, സ്ട്രക്ചർ ഓക്കെ ആയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ എൻട്രിയിലോട്ട് പോകേണ്ടത്. ഓക്കെ, ഇപ്പം ഇവിടെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ഒരു ഏരിയ ഏതായിരിക്കും, ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക അല്ലേ. നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ബിലോയിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ,
ഇവിടെ എൻ്റെ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് എന്തിലോട്ട് പോകുന്നുണ്ട് മാർക്കറ്റ് ഇതാ ഈ ഒരു ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് 1:2 1:3 പോകുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പം എൻട്രി വരുന്നത് ആക്ച്വലി ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും എൻട്രി വരുന്നത്. പക്ഷേ അന്ന് എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് മണ്ടേയിൽ എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിലായിരുന്നു എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ക്യാൻഡിൽ എൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ എൻ്റെ എടുക്കാനുണ്ടായൊരു കാരണം അത് മൂന്നാമത്തെ ഒരു ഞാൻ ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യമാണ്, അത് ഓർഡർ ഫ്ലോ ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു റേഞ്ചിന് ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ഉണ്ടായിരുന്നു, എനിക്ക് ഓർഡർ ഫ്ലോയിൽ കുറച്ച് എക്സ്ട്രാ കൺഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഒരു ചെറിയൊരു പുൾ ബാക്കിലോട്ട് മാറ്റിയിട്ട് ആ ഒരു പുൾ ബാക്കിലായിട്ടുള്ള എൻട്രിയിലോട്ട് പോയി. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള എൻട്രീസ് പറയാറുണ്ട്. ഓക്കെ, ആഫ്റ്റർ 10 o'clock ഒരു എൻട്രി പറയാറുണ്ട്, ബിഫോർ 10 o'clock ഒരു എൻട്രി പറയാറുണ്ട്. സോ ഈ ഒരു എൻട്രി ആക്ച്വലി ഈ ഒരു റേഞ്ചിന് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ആഫ്റ്റർ 10 o'clock ആണ്. അല്ലെങ്കിൽ ഈ ഒരു പുൾ ബാക്കിൻ്റെ ഈ ഒരു ഹബോയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ബിഫോർ 10 o'clock എൻട്രി ആണ്. സോ ഇതിൽ ഞാൻ എൻട്രി എടുത്തത് ബിഫോർ 10 o'clock ആണ്. പക്ഷേ എന്നാൽ പോലും ബിഫോർ 10 o'clock എൻട്രി ആണെങ്കിൽ പോലും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഈ റേഞ്ചിന് ഒഴിവാക്കുകയാണ്. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ബിഫോർ 10 o'clock എൻട്രി ആണെങ്കിൽ പോലും സിംഗിൾ പുൾ ബാക്ക് എൻട്രീസ് ആണ് ബിഫോർ 10 o'clock വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എൻട്രീസ് ആണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ അബോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അബോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ, അപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ വരത്തുള്ളൂ. പക്ഷേ ഈ ഒരു എൻട്രിയിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പോലും നമ്മൾ ആ ഒരു എൻട്രി പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ റീസണാണ്. അത് ആക്ച്വലി ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യമാണ്, അത് ഓർഡർ ഫ്ലോ ആണ്. ഓർഡർ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മീൻസ് നമ്മുടെ സ്ട്രക്ചർ ഓക്കെ ആയിരുന്നു, നമ്മുടെ സ്റ്റോക്ക് ഓക്കെ ആയിരുന്നു, പിന്നെ ഇവിടെ ബ്രേക്ക് ചെയ്തതിൽ ചെറിയൊരു ഒരു കൺഫർമേഷൻ കിട്ടായ്മയുള്ളായിരുന്നു. പക്ഷേ ആ ഒരു ബ്രേക്ക് ചെയ്തുള്ള കൺഫർമേഷൻ നമ്മൾ ഓർഡർ ഫ്ലോയിൽ ക്ലബ്ബ് ചെയ്തപ്പം അത് റാലി ചെയ്യാനുള്ള പ്രൊബാബിലിറ്റി കൂടി എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് ഓർഡർ ഫ്ലോയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ 10 മണിൻ്റെ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഓർഡർ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഓരോ ക്യാൻഡിൽ വെച്ചിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 മണിൻ്റെ ക്യാൻഡിലാണ് നമ്മൾ 10 o'clock ക്യാൻഡിൽ, അതേപോലെ 10:05 ക്യാൻഡിൽ, അതേപോലെ 10:45 ക്യാൻഡിൽ, 10:40 ക്യാൻഡിലൊക്കെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോൻ്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് ഓക്കെ, ഇതാണ് IRCTCൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ആക്ച്വലി ഓർഡർ ഫ്ലോ ചാർട്ട് എന്താണ് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ക്യാൻഡിൽസിനെ നമ്മൾ ക്യാൻഡിൽസിൽ ഇപ്പോൾ ഞാൻ ഇത് സാധാ ചാർട്ട് ക്യാൻഡിലാണ്, മീൻസ് ഇത് സാധാ എന്താ പറയുക ക്യാൻഡിൽ സ്റ്റിക്ക് വരുന്ന ചാർട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് അന്ന് IRCTCൻ്റെ നമ്മൾ നേരത്തെ ട്രേഡിംഗ് വ്യൂ വെച്ച് നോക്കിയ സംഭവം. ഇതാണ് IRCTC ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വരെ റാലി ചെയ്തെന്ന് പറഞ്ഞു, അത് ഈ ഒരു ദിവസമാണ്. ഓക്കെ, ഇവിടെ ചാർട്ട് മാത്രം നോക്കുമ്പോൾ ആക്ച്വലി ഇവിടെ കിട്ടുന്നതിന് ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ചാർട്ട് ആക്ച്വലി ചാർട്ടിൽ എന്താണ് ആ പ്രൈസ് കാണിക്കുന്നത്, ലൈക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് വിക്കിൻ്റെ വെച്ചിട്ടും ബോർഡിൻ്റെ സൈസൊക്കെ വെച്ചിട്ട് നമുക്ക് ഏറെക്കുറെ പറയാൻ പറ്റുന്നെങ്കിലും എന്താണ് ആ പ്രൈസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് എന്നുള്ളത് ആക്ച്വലി എന്തിലാണ് കൂടുതൽ കിട്ടുന്നത്, അത് ഓർഡർ ഫ്ലോ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ഫ്ലോ ക്ലബ് ചെയ്യുന്നത്. ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് വോളിയം, ഇങ്ങനത്തെ ഡെൽറ്റ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓർഡർ ഫ്ലോ മാത്രം വെച്ചിട്ടല്ല ട്രേഡ് എടുക്കുന്നത്, ഓർഡർ ഫ്ലോ കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് കൺഫർമേഷൻ നോക്കുന്ന ട്രേഡ് സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മറ്റേ അതായത് ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടിലോട്ട് പോകും. ഓക്കെ, ഇതായിരുന്നു മണ്ടേൻ്റെ ട്രേഡ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്യാൻഡിൽസിലും എന്താണ് മാർക്കറ്റ് കാണിക്കുന്നത്, ലൈക്ക് ഓരോ ക്യാൻഡിൽസും ആക്ച്വലി ബയേഴ്സ് എന്താണ് ചെയ്യുന്നത്, സെല്ലേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓർഡർ ഫ്ലോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓർഡർ ഫ്ലോൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഓർഡർ ഫ്ലോ ചാർട്ടിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, ഓക്കെ ഞാൻ ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ടും കൂടെ വെച്ചിട്ട് പറയാം. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ടിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവലിനെ ബ്രേക്ക് ചെയ്തു. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പോകേണ്ടത്, യൂഷ്വലി പോകേണ്ടത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രിയിലോട്ട് പോകേണ്ടത്. ഓക്കെ,
പക്ഷേ നമ്മൾ എൻ്റെ എടുത്തത് ഈ ഒരു ക്യാൻഡിലാണ്. സോ നമുക്ക് ഈ ഒരു ലെവലിലുള്ള ഓർഡർ ഫ്ലോ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. എന്താണ് ഈ ഒരു ലെവലിൽ നിന്ന് ഓർഡർ ഫ്ലോയിൽ നമുക്ക് പറഞ്ഞു തന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇവിടാണ് ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം 1.5 ലക്ഷം വോളിയത്തിലാണ് അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായത്. ഇവിടെ അണ്ട മീൻസ് 163.57K മാർക്കറ്റ് എന്ത് ചെയ്തത്, ഓപ്പൺ ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് മുകളിലോട്ട് പോയി. ഈ ലെവലിലാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ആക്ച്വലി ബ്രേക്ക് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായത്. അത് ഞാൻ ട്രേഡിങ്ങിൻ്റെ ചാർട്ട് കൊണ്ട് ക്ലബ്ബായിട്ട് പറയാം. ആക്ച്വലി അത് എന്ത് ക്യാൻഡിലാണ്, 9.50 ഒരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് പ്രോപ്പറായിട്ടുള്ള ബയസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഓർഡർ ഫ്ലോയിലൂടെ നമുക്ക് കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഈ ഒരു ബ്രേക്കിന് ആക്ച്വലി 4 ലക്ഷത്തി ലൈക്ക് 457.34K വോളിയം ഉണ്ട്. എനിക്ക് 4 ലക്ഷം വോളിയം എന്തുണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ജസ്റ്റ് പ്രീവിയസ് ആയുള്ള ക്യാൻഡിൽസിലൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ വോളിയംസ് ആണുള്ളത്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വോളിയത്തിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് ഒരു കൺഫർമേഷനാണ്, അത്രയും ബയസിൻ്റെ റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസാണ്. ഇവിടെ യെല്ലോ കാണിക്കുന്ന ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഇംബാലൻസ് ആണ്. ഓക്കെ, അതായത് ഇവിടെ അത്രയും ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ 4.6K, ഇവിടെ 50K, ഇങ്ങനെ ഡയഗണലിയാണ് ആക്ച്വലി റീഡ് ചെയ്യേണ്ടത്. 4.5K 36K, 5K 6K, 272 43K, ഓക്കെ, 5K 19K, 122K. അതായത് ഇവിടെ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകുന്നുള്ളൂ. ഈ ഒരു ലെവലിൽ 22K ഓർഡറാണ് ആക്ച്വലി ആ ഒരു ലെവലിൽ നിന്ന് പോയി എക്സിക്യൂട്ട് ആകുന്നത്. മീൻസ് ഇവിടെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ലൈക്ക് അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെല്ലേഴ്സിനും ബയേഴ്സും തമ്മിലുള്ള അത്രയും ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ് ക്രിയേറ്റ് എന്നുള്ളതാണ്. അതായത് സെല്ലേഴ്സ് ഒരു രീതിയിലും സെല്ലേഴ്സ് ഇവിടെ റിയാക്ട് ചെയ്യാതെ കംപ്ലീറ്റ്ലി ബയേഴ്സ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ബയേഴ്സാണ് കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നത് എന്നുള്ളത് ഇവിടെ ഒന്നും കൂടി കൺവിൻസിങ് ആയിട്ട് എന്തിൽ കിട്ടുന്നുണ്ട്, ഈ ഒരു ഓർഡർ ഫ്ലോ കിട്ടുന്നുണ്ട്. പക്ഷേ ഡെൽറ്റ നോക്കി കഴിഞ്ഞാലും ഈ ഒരു സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും നെറ്റ് വരുന്ന സംഭവമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ നോക്കി കഴിഞ്ഞാൽ എന്താണ്, അത് പ്രോപ്പറായിട്ടുള്ള ബയേഴ്സിനെ കാണിക്കുന്ന സംഭവമാണ്. അത് വെച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ട്രേഡിലോട്ട് പോകത്തില്ല. നമുക്ക് എന്ത് വേണം, നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെറ്റപ്പിന് ഇത് ക്ലബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ, അപ്പം ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നിങ്ങൾ റേഞ്ചസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ, റേഞ്ചസിനെ ബ്രേക്ക് ചെയ്യല്ല എൻട്രി എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിനായിരിക്കും എൻട്രി എടുക്കുക അല്ലേ. അപ്പോൾ അവിടെ നോക്കുമ്പം അവിടെ നിങ്ങൾ ഒരു അബോ ആവറേജ് വോളിയം 390K വോളിയം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ അവിടെ നമുക്ക് എൻട്രി പോകാം. ഓക്കെ, ഇവിടെ ഇംബാലൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് എൻട്രി പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഈ ഒരു ക്യാൻഡിലായിരുന്നു പറഞ്ഞു അല്ലേ. നമ്മൾ ബിഫോർ 10 o'clock സിംഗിൾ പുൾ ബാക്ക് എൻട്രീസ് ആയിരുന്നു പോയിട്ടുണ്ടായത്. 10 മണിൻ്റെ ക്യാൻഡിലാണ് എൻട്രി പോയിട്ടുണ്ടായത്. ഓക്കെ, ഇവിടെ എൻട്രി പോകാനുണ്ടായ ഒരു കാരണം നേരത്തെ പറഞ്ഞ ഓർഡർ ഫ്ലോ ചാർട്ട് തന്നെയാണ്. അതിൽ 2 കാരണങ്ങളാണ് മെയിനായിട്ട് എന്നെ കൺവിൻസിങ് ആയിട്ട് തോന്നിച്ചത്. അതായത് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയ 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ക്യാൻഡിൽ വന്ന വോളിയമാണ്. ഈ ഒരു ക്യാൻഡിൽ വന്ന വോളിയം എന്നുള്ളതാണ് ഒന്നാമത്തെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഈ ഒരു ഇംബാലൻസ് ആണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കൺവിൻസിങ് ഫാക്ടർ. ഈ രണ്ടാമത്തെ കൺവിൻസിങ് ഫാക്ടർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ സാധാ ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്യുന്ന സമയത്ത്, സാധാ ടൈപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ന്യൂട്രൽ ക്യാൻഡിലാണ്. ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പോകത്തില്ല അല്ലോ. ഇതൊരു പുൾ ബാക്ക് ആയിട്ട് കൺഫേം ചെയ്യാം. ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ അബോ പോകുന്ന സമയത്ത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ പുൾ ബാക്കിൻ്റെ എൻട്രീസ് ഒക്കെ പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ എനിക്ക് രണ്ടാമത്തെ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ്ങും, മീൻസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് എന്നുള്ളതല്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വോളിയത്തിൻ്റെ ഫാക്ടർ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള വോളിയത്തിലുള്ള ഫാക്ടർ കാണിച്ചിരുന്നു. അതായത് ഏകദേശം 6 ലക്ഷം വോളിയം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ 64K ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 17K 64K, ഇതാണ് ആക്ച്വലി ഇംബാലൻസ് എന്ന് പറയുന്നത്. അതായത് 17K എത്രയോ മടങ്ങ് ബൈയിങ്ങിൻ്റെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനാണ് ആക്ച്വലി ഇംബാലൻസ് പറയുന്നത്. ഓക്കെ, 17K 64K. അപ്പോൾ ഈ ഒരു 2-3 കാര്യങ്ങൾ ആക്ച്വലി
എനിക്ക് എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൻ്റെ അബവ് മാർക്കറ്റ് ജസ്റ്റ് ക്രോസ് ചെയ്തപ്പം തന്നെ എന്തിലോട്ട് പോയത്, എൻട്രിയിലോട്ട് പോകേണ്ട. കാരണം അത് ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി നമ്മൾ എന്തിലോട്ട് പോയിട്ടുണ്ടായത്, എൻട്രിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടും ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാൻഡിൽ സ്റ്റിക്കിൽ റീഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ചില കാര്യങ്ങളൊക്കെ ക്യാൻഡിൽ സ്റ്റിക്കിനായിട്ടും കുറച്ചും കൂടെ ഇൻഫർമേഷൻ തരുന്നത് ആരാണ്, ഓർഡർ ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓർഡർ ഫ്ലോ ചാർട്ട് മാത്രമേ റീഡ് ചെയ്യാന്നുള്ളതല്ല, ഇതിനെ ക്ലബ് ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫർമേഷൻസ് കിട്ടും, നമ്മുടെ ട്രേഡിലുള്ള കൺഫർമേഷൻ കിട്ടും. ഒരിക്കലും ഓർഡർ ഫ്ലോ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാന്നുള്ളതല്ല, അതിൻ്റെ കൂടെ ഓർഡർ ഫ്ലോ കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ള ട്രേഡ് ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കൺഫർമേഷൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, നമ്മളിവിടെ എൻട്രി എടുത്ത സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബിലോ ഈ ഒരു പുൾ ബാക്കിൻ്റെ അണ്ടറിലായിരുന്നു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായത്. നമുക്ക് ഇത് പിന്നെ മാർക്കറ്റ് റാലി ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് റാലി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ പിന്നെ നമുക്ക് ഇവിടുത്തെ ഓർഡർ ഫ്ലോൻ്റെ ആ ഒരു അനാലിസും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് വോളിയൂംസ് പിന്നെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അതായത് 1.15 മില്യണിലോട്ടൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വോളിയം വീണ്ടും നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഡെൽറ്റയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഡെൽറ്റ എന്ന് പറയുമ്പോൾ സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും നെറ്റാണ്. ഡെൽറ്റ പോസിറ്റീവ് ആകുമ്പോൾ ബയേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡെൽറ്റ പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, അതുമാത്രമല്ല വീണ്ടും മാർക്കറ്റ് ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം കൂടുകയായിരുന്നു IRCTCയിൽ ആ ഒരു സമയത്ത്. ഓക്കെ, 1.17 മില്യൺ, 1.6 മില്യൺ, 2 മില്യൺ, അത്രയും 3.62 മില്യണൊക്കെ ആക്ച്വലി അത്രയും സ്ട്രോങ് ആയിട്ട് ആക്ച്വലി എന്തിലോട്ട് വരികയാണ്, മാർക്കറ്റ് ബൈയിങ്ങിലോട്ട് വരികയാണ്. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ലൈക്ക് ഈ ഒരു ലെവൽസിലൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി മില്യൺസിൻ്റെ വോളിയം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓരോ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും വോളിയം വളരെ ഇൻക്രീസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരുപാട് റാലി ചെയ്തിട്ട് ഒരു അന്നാണ് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ 12% മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്തത് 3 കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഓർഡർ ഫ്ലോ ആണ്. മറ്റുള്ള 2 കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പം ഒന്നുകൂടെ പറയുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഈ ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് ആക്ച്വലി സ്ട്രക്ചർ നമുക്ക് എങ്ങനെ ഇതിന് ഫേവറബിൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ഓർഡർ ഫ്ലോ കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് എങ്ങനെ ഒരു എൻട്രി എടുത്തു എന്നുള്ളതാണ്. ഓക്കെ.